ഫൈനലി ഒരു വലിയ പ്രൊജക്റ്റ് റീമേക്ക് ചെയ്യാൻ പോവുകയാണ്, റീമാസ്റ്റർ. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടല്ല. യെസ്, GTA San Andreas റീമാസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. കംപ്ലീറ്റ് ഗെയിം അല്ല. ഈ ഒരു ഐക്കോണിക് ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ Unreal Engine 5 ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. 12th Hour ഓൾറെഡി ഇത് ചെയ്തതാണ്. പക്ഷെ അത്രയും ക്വാളിറ്റിയും ഡീറ്റെയിലിങ്ങും ഞാൻ ചെയ്യുന്ന റീമാസ്റ്ററിൽ എക്സ്പെക്റ്റ് ചെയ്യണ്ട. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുള്ള ലൈക്കിൻ്റെ ടാർഗറ്റ് 2000 ആണ്. വിത്തിൻ 1 വീക്ക് 2000 ലൈക്സ് ഈ വീഡിയോക്ക് ലഭിക്കണം. സോ എല്ലാവരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് പ്ലാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഗ്രോവ് സ്ട്രീറ്റ് റീമേക്ക് ചെയ്യണം. ഫ്രം സ്ക്രാച്ച് 3D മോഡൽസ്, എൻവിറോൺമെൻറ്റും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ആദ്യം CJനെ റീക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഗൂഗിളിൽ റെഫറൻസ് നോക്കി കുറച്ച് സമയം ഇരുന്നു. എന്തായാലും ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് ചെയ്യുന്നത്രയും 3D സ്കിൽസ് എനിക്കില്ല. ഇതുവരെ ഞാൻ ചെയ്തത് 2 ക്യാരക്ടർ മോഡൽസ് ആണ്. അതും ഒന്ന് പഠിക്കുന്ന സമയം പ്രൊജക്റ്റും ചെയ്തത് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ടെസ്റ്റിന്. ഈ മോന്തയുടെ ലക്ഷണം കാണുമ്പോൾ മനസ്സിലാവും ഇൻ്റർവ്യൂക്ക് ഞാൻ ഫെയിലായതാണെന്ന്. പക്ഷേ നെക്സ്റ്റ് ഇൻ്റർവ്യൂവിൽ ജോബ് കിട്ടി. സോ കമ്മിങ് ബാക്ക് ടു ദ നിഷ്കളങ്കമായ മുഖം, AI വെച്ച് ഈ ഇമേജ് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് മെറ്റാ ഹ്യൂമനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ 3D മോഡൽ നോക്കണ്ട, അതിനെ ബെൻറ്റൻ്റെ ഗെയിമിന് വേണ്ടി ട്രൈ ചെയ്തതാണ്. സോ നമ്മുടെ തല വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുന്നേ മായയിലെടുത്തിട്ട് കുറച്ച് ക്ലീനപ്പ് ചെയ്യാം. Unreal Engine ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞു. Unreal Engineൽ ഇതിട്ടിട്ട് വർക്കാവാൻ ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. മെറ്റാ ഹ്യൂമൻ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മെഷ് അതിലോട്ട് ട്രാക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്തു. കണ്ണും ചുണ്ടൊക്കെ എന്തോ പോലെ ഉണ്ട്. ഇതിനൊരു ബോഡി സെറ്റാക്കിയിട്ട് മെറ്റാ ഹ്യൂമൻ ക്രിയേറ്ററിൽ നോക്കിയപ്പം ഇതാണ് അവസ്ഥ. ഇനിയുള്ള വഴി മെറ്റാ ഹ്യൂമൻ ക്രിയേറ്റർ യൂസ് ചെയ്ത് CJയുടെ ഫേസിന് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കുറേ സമയം കുത്തിയിരുന്ന് ചെയ്തിട്ടും കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ്. കുഴപ്പമില്ല, ക്യാമറ ബാക്ക് സൈഡിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവൻ അവിടെ വെച്ചിട്ട് ഗ്രൂവ് സ്ട്രീറ്റിന് റെഫറൻസ് എടുക്കാൻ പോയി. പണി എളുപ്പമാക്കാൻ 3D മോഡൽ കിട്ടുമെന്ന് നോക്കി. എല്ലാം പെയ്ഡായിട്ടാണ് ഉള്ളത്. അതും എൻ്റെ 1 മാസത്തെ യൂട്യൂബ് റവന്യൂവിനെക്കാട്ടി കൂടുതലാണ് ഇവന്മാർ ഒരു മോഡലിന് ചോദിക്കുന്നത്. കുഴപ്പമില്ല, നേരെ മായ എടുത്ത് പണി തുടങ്ങി. ഫസ്റ്റ് ബേസ് റോഡും സൈഡിലുള്ള ബോർഡറും ക്രിയേറ്റ് ചെയ്തു. ഈ മോഡൽ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ വേറെ എന്തിനോ സാമ്യമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അത് അൺറിയലിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ടെക്സ്റ്റേഴ്സ് കൊടുത്ത് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. ഇനി 2 സൈഡിൽ ആ ഗ്രാസ് യൂഷ്വലി ബ്ലോക്ക് ഔട്ട് ചെയ്യണം, എന്നാലേ പണി എളുപ്പമായിരിക്കുള്ളൂ. തൽക്കാലം ഇതിൽ മാത്രം ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ചെയ്യാം. ബ്ലോക്ക് ഔട്ട് മീൻസ് ഇപ്പോൾ ആ വീട് മരമൊക്കെ ഉള്ള സ്ഥലത്ത് അതിന് സിമിലർ ആയിട്ടുള്ള ബേസിക് ഷേപ്സ് ആദ്യം വെക്കും. എൻവിറോൺമെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ബ്ലോക്ക് ഔട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബേസിക്കായിട്ട് വെച്ച ഷേപ്സ് വെച്ച് റീപ്ലേസ് ചെയ്യും. അവിടെ വീടാണെങ്കിൽ വീട്, കാടാണെങ്കിൽ കാട്, ആ രീതിയിൽ. ഇതിലിപ്പം ഗ്രാസ് ആഡ് ചെയ്യണം. ഇതിൽ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത പോലെ കോപ്പി പേസ്റ്റ് ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഫോളേജ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ബിൽഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എക്സാക്റ്റ് അതേപോലെ ചെയ്യാൻ നോക്കിയില്ല, കുറേ ചേഞ്ചസ് ഉണ്ടാവും. എക്സാക്റ്റ് അതേപോലെ ഞാൻ ചെയ്യാൻ നോക്കിയത്, പക്ഷേ അതേപോലെ കിട്ടിയില്ല. അതാണ് സത്യാവസ്ഥ. ഈ 2 വീട് മാത്രം മോഡൽ ചെയ്തിട്ട് അൺറിയലിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ടെക്സ്ചർ ചെയ്ത് നോക്കി. അതിൻ്റെ 2നെയും ടെക്സ്ചറിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ബിൽഡിങ്ങും മോഡൽ ചെയ്തു. ഒറിജിനൽ ഗെയിമിലുള്ള കുറേ ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ടാവില്ല. സോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ മോഡലിംഗ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അൺറിയലിലെല്ലാം ടെക്സ്ചർ ചെയ്തു. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലമൊക്കെ ആഡ് ചെയ്തു. ബിൽഡിങ്സിലും കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് CJയുടെ ടീഷർട്ടിൽ പ്രിൻ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്, പിന്നെ പോട്ട് തൽക്കാലം വൈറ്റ് തന്നെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് വിട്ടു. ഈ ഔട്ട്പുട്ട് എന്തായാലും GTA റീമാസ്റ്ററിനേക്കാളും ക്വാളിറ്റി ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ അതേപോലെ ആക്യുറേറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവില്ല. ഓൾസോ വേറൊരു കാര്യം, ഇത് കാണാൻ പോകുന്നത് ഗെയിം പ്ലേ അല്ല, ജസ്റ്റ് റെൻഡേർഡ് വീഡിയോ ആണ്. പക്ഷേ എന്നാലും GTA റീമാസ്റ്റർ അൺറിയൽ എഞ്ചിനിൽ ക്രിയേറ്റ് ചെയ്തതാണ്, റേജിലല്ല. ലൈറ്റിംഗ് ഒക്കെ അതിലും നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്നു. സോ ഇതിലെന്തായാലും കുറേ കറക്ഷൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുണ്ടാവും. അതൊക്കെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ച് ഇനിയും ഇതേപോലെ കുറേ ഗെയിംസ് നമ്മൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മുടെ ചാനലിന് 50,000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആവാനായി. ഒരു 2000 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവേ ഉള്ളൂ. 50K എന്നത് വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് 50,000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആവാൻ വേണ്ടി സഹായിക്കൂ. എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഈ വർക്ക്സൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റെൻഡർ ഔട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ കമൻസിൽ മെൻഷൻ ചെയ്യൂ. പിന്നെ നമ്മുടെ ഗെയിം പാന്തർ കറൻ്റ് സ്റ്റോറിയിലും കോൺസെപ്റ്റ് ആർട്ടിലും പിന്നെ അസറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ PC അപ്ഗ്രേഡ് ചെയ്യണം. കാരണം എൻ്റെ ലാപ്ടോപ്പ് ഓൾറെഡി സ്ഫോടക വസ്തുവായിട്ട്
വർക്കാവാൻ തുടങ്ങി. ജീവൻ പണയം വെച്ചാണ് ഓരോന്ന് റെൻഡറിന് വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ പാന്തറിൻ്റെ വർക്ക് ഇതിൽ തുടങ്ങിയാൽ വേറെ പല കാര്യങ്ങളും നടക്കൂടെ. അതുകൊണ്ട് ഒരു PC ബിൽഡ് ചെയ്യണം. തൽക്കാലം ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുന്നില്ല, കാരണം ആ ട്രെയിലർ അല്ലാതെ വേറൊന്നും കയ്യിലില്ല ഗെയിം റിലേറ്റഡ്. സോ ഗെയിം പ്ലേ റിവീലിന് ശേഷം ഇൻവെസ്റ്റേഴ്സിനെ നോക്കാനുള്ള പ്ലാനിലാണ് ഉള്ളത്. തൽക്കാലം ഡൊണേഷൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്നെങ്കിൽ സൂപ്പർ ചാറ്റിൽ ചെയ്യാം, കമൻസിൽ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പങ്ക് യൂട്യൂബിനാണ് ലഭിക്കുക. അല്ലാതെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. പാട്രിയോണിൻ്റെ കാര്യങ്ങൾ എനിക്കത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തത്. സോ പാന്തറിൻ്റെ പ്രോഗ്രസ് ഇതാണ്. കാര്യമായിട്ട് പ്രോഗ്രസ് എന്ന് പറയാനൊന്നുമില്ല ഇതുവരെ. ഒരു 6 monthsൽ ഗെയിം പ്ലേ റിവീൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു പ്ലാൻ അതാണ്. പക്ഷേ വർക്ക് തുടങ്ങിയാൽ എത്രത്തോളം നീളും, എന്തൊക്കെ നടക്കുന്നു അറിയൂ. ഓൾസോ ഓൾറെഡി പറഞ്ഞതുപോലെ ഒറ്റക്കാണ് എല്ലാം നോക്കുന്നത്. സോ അത് കാരണമുള്ള പ്രശ്നങ്ങളുണ്ട്. സോ പ്രോസസ്സ് ഞാൻ വിചാരിച്ചതിനേക്കാളും സമയം എടുക്കും. എല്ലാവരും കൂടെ നിന്ന് അവസാനം വരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബാക്കിയുള്ള കണ്ടൻറ്റ് പോലെയല്ല ഗെയിം ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. സോ റണ്ടർ ഔട്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Grove Street, home. Watch your head. Get out of here, you greaseball bastard! Stupid Mexican. Oh, hey, sorry. You picked the wrong house, fool! Hey, Big Smoke, it's me, Carl. Chill. But what do we got here? This is a weapon, Officer Pulaski, that was used to gun down a police officer not 10 minutes ago. Officer Pendlebury. A fine man, I might add. You work fast, nigga. You know I just got off the plane. Well, that's a good thing we found you and retrieved the murder weapon. That ain't my gun. Don't bullshit me, Carl. Yeah, don't bullshit him, Carl. What the fuck you want from me this time? Give up the money. This a raid. Ryder, not this again. It ain't me, fool. No one else is that small. I feel sorry for your dad. Shit, you crazy. Let's get up out of here. Same old CJ. Buster. Straight Buster.